ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 ആഴ്ചകളായിട്ട് ബിറ്റ് കോയിനിൽ റെഡ് ക്യാൻഡിൽസ് ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഫോം ആയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ആ ഫോം ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രതീക്ഷകൾ വെക്കാനായിട്ട് സാധിക്കുമോ? മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലോട് കൂടിയിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമോ? അതോ ഇനിയും മാർക്കറ്റ് താഴേക്ക് തന്നെ പോകാനാണോ സാധ്യത? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഏത് രീതിയിലൊക്കെ ബിറ്റ് കോയിനിൽ ഒരു പ്രൈസ് ആക്ഷൻ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഏതൊരു സമയത്താണ് ബൈ ചെയ്യേണ്ടത്, ബൈ ചെയ്യാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഇൻഡിക്കേറ്ററും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കഴിഞ്ഞ 9 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ആ 9 സ്ട്രോങ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം 10ാമത്തെ ആഴ്ച ഫോം ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് മുൻപ് ഫോം ആയിട്ടുള്ള ആ റെഡ് ക്യാൻഡിൽസിനെ എല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അവിടെ കൂടുതലും ബയേഴ്സിനേക്കാളും കൂടുതലും സെല്ലേഴ്സാണ് അവിടെ ഒരു ഡൊമിനൻസിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇത്രയും വലിയ ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനടുത്തേക്ക് പോലും ആ ഒരു ക്യാൻഡിലിനെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഷാഡോ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള, അതായത് ആ 10ാം ആഴ്ചയിൽ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ, ആ ഒരു വീക്കായിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ ആ ഒരു ഹൈ ഷെയ്ഡോടെ അടുത്ത് പോലും എത്താനായിട്ട് ഈ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിന് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ തന്നെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ചാർട്ട് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ അടുത്തതായിട്ട് ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ വളരെ വീക്കായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പത്തെ ആ ഒരു ലോ ഏരിയ വരെ പ്രൈസ് എത്തുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. എന്നിരുന്നാൽ പോലും ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് നമുക്ക് ബിറ്റ് കോയിൻ ഇപ്പോൾ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ബൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല ബൈയിങ് ഏരിയാസ്, ഞാൻ ബൈയിങ് പ്രൈസ് എന്ന് പറയുന്നില്ല, ബൈയിങ് ഏരിയാസ് എന്നാണ് ഞാൻ പറയുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബൈയിങ് ഏരിയാസ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഇൻഡിക്കേറ്ററാണ് നമുക്ക് ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ദെൻ ചാർട്ട് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ആ ഒരു ഇൻഡിക്കേറ്റർ ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഇൻഡിക്കേറ്റർ ഏതാണെന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക. എന്നിട്ട് നോർമലൈസ്ഡ് ATR എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ കിട്ടും. നോർമലൈസ്ഡ് ATR എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ സെലാസോർ നോർമലൈസ്ഡ് ATR വിത്ത് വില്യംസ് % എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ കിട്ടും. ആ ഒരു ഇൻഡിക്കേറ്ററാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ATR ആണ്, നോർമലൈസ്ഡ് ATR ആണ്. താഴെ കാണാനായിട്ട് സാധിക്കുന്നത് വില്യം % എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ നോർമലൈസ്ഡ് ATR വിത്ത് വില്യംസ് % എന്ന് പറയുന്ന ഈ ഒരു ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്ക് ഒരുപാട് ഗ്രീൻ ലൈൻസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഗ്രീൻ ലൈൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഓരോ തവണ ഈ ഒരു ഗ്രീൻ ലൈൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ഏരിയ അവിടെ കാണിക്കുമ്പോഴും പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം.
ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2013 ഏപ്രിൽ മാസത്തിൽ ഈ രീതിയിൽ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ നമുക്കൊരു ഗ്രീൻ ലൈൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, അതായത് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് പിന്നീട് പ്രൈസ് പോയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പോയിട്ടുള്ളത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ ഗ്രീൻ ലൈൻസ് ഫോം ആവുന്നത് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 2013 ആ ഒരു മാർക്കറ്റ് ക്രാഷ് സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ബോട്ടം കാണിച്ചു തരാനായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിന് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2015 നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2015 ആ ഒരു 2013 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ളൊരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെയും ഇത്തരത്തിലുള്ള ഒരു ബോട്ടം കാണിച്ചു തരാനായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ ലൈൻ വന്നപ്പോൾ അതൊരു ബോട്ടം ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബോട്ടം ഏരിയ ആയിരുന്നു എന്ന് നമുക്ക് പിന്നീടുള്ള പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഇവിടെ വീണ്ടും ചെറിയ രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ ഇവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിച്ചപ്പോൾ അവിടെയും നമുക്ക് അത്തരത്തിലുള്ള ഒരു ബോട്ടം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ദെൻ അവിടെ നിന്നും പ്രൈസ് വീണ്ടും മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് വീണ്ടും ഒരു ഗ്രീൻ ലൈൻ കാണിച്ചിട്ടുണ്ട്, അവിടെ നിന്നും പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 2017 ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ക്രാഷ് 2018 ക്രാഷ് നമുക്കറിയാം. ആ രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിച്ചപ്പോഴും ആ ഒരു ഏരിയയിലും ഈ ഒരു ലൈൻ, ഈ ഒരു ഇൻഡിക്കേറ്റർ ഗ്രീൻ ലൈൻ കാണിച്ചിട്ടുണ്ട്. അതൊരു ബോട്ടമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് വീണ്ടും ഒരു ക്രാഷ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ബോട്ടം ഏരിയ കാണിച്ചു തന്നിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോയി 2021 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം ആ ഒരു ക്രാഷ് സംഭവിച്ചപ്പോഴും പ്രൈസ് ഇവിടെ ഒരു ഗ്രീൻ ലൈൻ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം അത് തന്നെയായിരുന്നു പിന്നീടുള്ള ആ ഒരു ബോട്ടം ഏരിയ എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം വീണ്ടും പ്രൈസ് 2021 എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ട്. 2021 ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് പ്രൈസ് ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതൊരു ബോട്ടം ഏരിയ ആണ്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട പോലെ കൃത്യമായിട്ട് ആ ഒരു ബോട്ടം ഏരിയ വന്നപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ തന്ന പോലെ നിലവിൽ നമുക്ക് ഇൻഡിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയും ഇത് താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇതല്ല ഇതിൻ്റെ ബോട്ടം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് പൊസിഷൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായാൽ പോലും മുൻ വർഷങ്ങളിലെ ചാർട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുൻ വർഷങ്ങളിലെ ഡാറ്റാസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ലൊരു ട്രെൻഡ് റിവേഴ്സലിനുള്ള യാതൊരു തരത്തിലുള്ള സൈനോ കൺഫർമേഷനോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈനോ കൺഫർമേഷനോ കിട്ടാതെ നമ്മൾ ചാടിക്കയറി ഒരു ലോങ് പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് ആരും തന്നെ പോകാതിരിക്കുക എന്ന് മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുള്ളൂ. ആൻഡ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ, കൃത്യമായിട്ടുള്ള ഒരു ബൈ സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തേടി പിടിച്ച് അവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനായിട്ടും സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി കൃത്യമായിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയതിന് ശേഷം മാത്രം നിങ്ങളൊരു എൻട്രി എടുക്കാനായിട്ട് തയ്യാറാവുക. അതിനനുസരിച്ച് മാത്രം നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രി എടുക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഏത് രീതിയിലൊക്കെയാണ് ബിറ്റ് കോയിനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.